സോ മാം, എൻ്റെ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ ഗോഡ് ലൈഫ് ഇറങ്ങുമല്ലോ പൃഥ്വിരാജ് സാറിന്. അപ്പം ബ്രദറിൻ്റെ മൂവി കണ്ടിട്ട് മാമിന് എന്താണ് തോന്നുന്നത്? ഹൗ ഡു യു ഫീൽ? രണ്ട് പെർസ്പെക്റ്റീവ്സ് ആണ് എൻ്റെ ഉത്തരം. കാരണം ഞാൻ ആസ് നമ്മളുടെ കൂടെയുള്ള ഒരു വ്യക്തിയുടെ ഒരു ജീവിതയാത്ര കുറച്ചു കാലമായി വിറ്റ്നസ് ചെയ്ത രീതിയിലുള്ള ഒരു ബ്ലഡ് റിലേഷൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും. രണ്ടാമത്തത് ഒരേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആക്ടർ എന്ന രീതിയിലും ഉള്ളൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും. അപ്പോൾ രണ്ടും ഓവർവെൽമിംഗ് ആണ്, ടു ബി വെരി ഓണസ്റ്റ്. കാരണം ഇതിൻ്റെ അകത്ത് നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് നമ്മളെപ്പോഴും പറയും നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മൾ തന്നെ ആവണം എന്നുള്ളത്, അല്ലേ? അതിനെനിക്ക് തോന്നുന്നു പൃഥ്വിയെക്കാളും എനിക്ക് എൻ്റെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന വേറെ എക്സാമ്പിൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും പെർസിവറൻസും ഹാർഡ് വർക്കും ഇൻ്റലിജൻസും ഇൻ ഓൾ ഇറ്റ്സ് ബെസ്റ്റ് പോസിറ്റീവ് വേ ആ ഒരു ജേർണി നിങ്ങളെല്ലാവരും വിറ്റ്നസ് ചെയ്തതാണ്. അതുപോലെ തന്നെയാണ് ഞാനും വിറ്റ്നസ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ കുറേ ഹാർഡ്ഷിപ്സ് മേ ബി ഓൺ സ്ക്രീനിൽ വരാത്ത കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ആസ് ഫാമിലി വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ഈസി എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു സക്സസ് കിട്ടിയതിന് ശേഷം ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ പോകാൻ പറ്റുക എന്ന് പറയുന്നത് ചിലത് ചോയ്സാണ്. അവരത് വേണ്ടാന്ന് വേണമെങ്കിലും വെക്കാം, ആരും ചോദ്യം ചെയ്യൊന്നുമില്ല. പക്ഷേ വീണ്ടും അതേ യാത്ര സഞ്ചരിക്കുക എന്ന് പറയുന്നത്, അതിലേക്ക് മാക്സിമം കമ്മിറ്റഡ് ആവുക എന്നുള്ളത്. അപ്പം അതെല്ലാം നമുക്ക് പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഒരുപാടാണ്. ഇൻ ടേംസ് ഓഫ് ആൻ ആക്ടർ, ആർട്ടിസ്റ്റ്, പ്രൊഫഷണൽ, ഓർ ഇൻ ടേംസ് ഓഫ് എ പേഴ്സൺ. ഐ ഹോപ്പ് യു ഗോട്ട് ദ പോയിന്റ്. അപ്പോൾ ഭയങ്കര വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും ഈ മൊമെൻറ്റ് ഹാൻഡിൽ ചെയ്തത്. എസ്പെഷ്യലി നമ്മുടെ വീട്ടിലൊരാൾക്കൊരു സക്സസ് ഉണ്ടാകുമ്പോൾ നമ്മളുടെയും കൂടെ ഒരു വലിയ സന്തോഷമാണ്, അല്ലേ? ആൻഡ് ഇപ്പോൾ ആ ഒരു മൊമെൻറ്റിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. താങ്ക് യു സോ മച്ച്. പൃഥ്വിരാജ് സാറിൻ്റെ ജയം മലയാള ഇൻഡസ്ട്രിയുടെ ജയമാണ്. തീർച്ചയായും. അയ്യോ, ഡെഫിനറ്റ്ലി, അല്ലേ? താങ്ക് യു സോ മച്ച്.